BJP സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനം പ്രധാന അജണ്ടയാകുന്നു. അതേസമയം EP ജയരാജനെ BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. വിശദാംശങ്ങളുമായി കമലേഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ, പ്രചാരണത്തിന്റെ ആദ്യ ഘട്ടത്തിലുള്ള ആത്മവിശ്വാസം ആയിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അത് വോട്ടെടുപ്പും കൂടെ കഴിയുമ്പോൾ BJPക്ക് കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിച്ച ഒരു സാഹചര്യമാണ്. കൂടുതൽ സീറ്റുകളിലേക്ക് അവർ ലക്ഷ്യം വെക്കുന്നു, കണ്ണുവെക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ, അജണ്ടയായി വരിക? ഫിജി, രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് ഈ കോർ കമ്മിറ്റി യോഗം, BJPയുടെ ഭാരവാഹികളുടെ യോഗം ചേരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഈ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ പ്രചരണം ആരംഭിക്കുന്ന ഘട്ടത്തിലടക്കം തൃശൂർ, തിരുവനന്തപുരം എന്നീ 2 മണ്ഡലങ്ങളിലാണ് BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയിട്ടുള്ളത്. ആ നിലയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ തൃശൂരിൽ BJP ഉദ്ദേശിച്ചതുപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം പിന്നീട് നഷ്ടപ്പെട്ടു പോയതുപോലെ ഉണ്ടായിരുന്നു എന്ന ഒരു നിലയിലുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ നിലവിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ ഈ 3 മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുണ്ട് എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ BJP നടത്തുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എന്നത് തന്നെയാണ്. ആ നിലയിലുള്ള വിലയിരുത്തലുകൾ ഈ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും CPMഉം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ BJPയും ആ നിലയിലുള്ള ഒരു അവലോകനത്തിന് വേണ്ടി തയ്യാറാകുന്നത് എന്നുള്ളതാണ്. 10 മണിയോടുകൂടി ഈ യോഗം ആരംഭിക്കും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അത് അജണ്ടയല്ല എങ്കിൽ പോലും BJPയുടെ ഈ യോഗത്തിൽ ചർച്ചയാവാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇത് കെട്ടിച്ചമച്ച ചില വിവാദങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ചില വിവാദങ്ങളാണ്, താനേ ഉണ്ടായ വിവാദങ്ങളല്ല, ഉണ്ടാക്കിയ വിവാദങ്ങളാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത്, രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ പല തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കും. എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്, മറ്റ് ശാസ്ത്രജ്ഞരടക്കമുള്ള നിരവധി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള വിവിധ ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തും, സംസാരിക്കും, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്, ഇതെല്ലാം രാഷ്ട്രീയമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പ്രകാശ് ജാവ്ദേക്കർ സംസാരിക്കാൻ തയ്യാറായതുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇത് സംസ്ഥാനത്ത് വലിയ ഒരു ചർച്ചയായി വന്നത് BJPയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് അത് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതിൽ വലിയ എതിർപ്പ് BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. EP ജയരാജനുമായി സംസാരിച്ചിരുന്നു, EP BJPയിലേക്ക് വരാൻ തയ്യാറായിരുന്നു, ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രനാണ് വെളിപ്പെടുത്തിയത്. പക്ഷേ ഇത് സംസ്ഥാനത്തിനകത്തും പുറത്തും അടക്കം മറ്റ് കക്ഷികളിൽ നിന്നുള്ള നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇതിനെ ഒരു വിവാദമാക്കി, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ചർച്ചയാവുന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലാണ് എന്നൊരു വിമർശനം BJPയിലെ തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. പ്രകാശ് ജാവ്ദേക്കർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയും എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും തെരഞ്ഞെടുപ്പ് അവലോകനത്തോടൊപ്പം തന്നെ ഈ വിഷയവും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. ഫിജി. ശരി കമലേഷ്, BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്.